വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി ഈ പ്രഭാതത്തിൽ അറിയിക്കട്ടെ. ഇന്ന് നമുക്ക് പഴയ നിയമ പുസ്തകം ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൽ എൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട 3 അധ്യായങ്ങളടങ്ങുന്ന ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകത്തിൽ നമുക്കറിയാം, ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുന്ന 1-ാം അധ്യായം: യഹോവേ, നീ എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ദൈവമേ, നീ എന്താ മൗനമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് 1-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുമ്പോൾ 2-ാം അധ്യായത്തിലെത്തുമ്പോൾ ദൈവം മിണ്ടിത്തുടങ്ങുന്നതായിട്ട് ഹബക്കൂക്കിനോട് സംസാരിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. 3-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ഹബക്കൂക്ക് ഒരു പാട്ട് തന്നെ ദൈവം ചെയ്ത പ്രവൃത്തി, ആ ദർശനം അത് ഒരു ഫുൾഫില്ലിലോട്ട് വരുമ്പോൾ അവനൊരു പാട്ട് അവിടെ എഴുതുകയാണ്, പാട്ട് പാടുകയാണ്. ഇന്ന് ഇതേ വചനം നിങ്ങളോട് വിളിച്ചറിയിക്കുന്ന, നിങ്ങൾ കണ്ട ദർശനത്തിന് അത് സമാപ്തിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് സമയം തെറ്റാതെ നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുന്ന ദിനങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പോകുന്നത്. ജീവിതത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്ന ഒരു അധ്യായം ഉണ്ടെങ്കിൽ ദൈവം ഉത്തരം തരുന്ന അടുത്തൊരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുവാൻ പോകുന്നു. ആ അധ്യായത്തിൽ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നീ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു 3-ാം അധ്യായം നിൻ്റെ മുമ്പിൽ വെളിപ്പെടും. അതിനൊട്ടും താമസമില്ലാതെ അത് തീർച്ചയായും പുതിയ അധ്യായങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു ടൈമിങ്ങിനകത്തോട്ട്, അങ്ങനത്തെ ഒരു എൻട്രിക്കകത്തോട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. വിശ്വാസത്തോടെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞ്, എന്നോട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട്, എന്നോട് ഇടപെടുന്നൊരു ദൈവമുണ്ട്, എന്നെ ദൈവം കാണിച്ച സകല ദർശനത്തിനകത്തോട്ടും ഞാൻ എഴുന്നേൽക്കുന്ന ഒരു സമയത്തിനകത്ത് ഞാനിപ്പോൾ ആയിരിക്കുന്നെന്ന് നിങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ നിന്ന് വിളിച്ച് പറയാമോ? നിങ്ങൾ കണ്ട ദർശനം ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതിനെ തടയാൻ ഒരു ശത്രുവിനും, ഒരു പൈശാചിക ലോകത്തിനോ, ഒരു ബന്ധനത്തിനോ കഴിയത്തില്ല. അതുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ കണ്ട ദർശനം ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് വരും നിശ്ചയമായും. ഈ വചനങ്ങളാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.